Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്താടാ എന്തെങ്ങനെ നോക്കുന്നേ? അല്ല നിന്റെ ഈ ഹാപ്പി ഫേസ് ഉണ്ടല്ലോ അതൊന്ന് സ്കാൻ ചെയ്ത് മനസ്സിൽ വെക്കുവായിരുന്നേ. അതെന്തിനെ? അല്ല കുറച്ച് കഴിഞ്ഞാ അവള് വരുമല്ലോ. ആര്? മല്ലി, പവിഴ മല്ലി. ഋഷി കാണിക്കല്ലേ, അതൊന്നും വരണ്ട. നീ അവളെ വിളിച്ചിട്ട് വരണ്ടെന്ന് പറയേ. വേണമെങ്കിൽ നിനക്കത്ര നിർബന്ധാണെങ്കിലേ ഞാൻ പോയ ശേഷം വിളിച്ചെന്നേ. അതിനൊരു ഹരം കാണത്തില്ലല്ലോ, നീ ഉണ്ടാവുമ്പോ വിളിക്കണം. അതല്ലേ അതിന്റെ ഒരു ഹരം. അത് മാത്രല്ല, അവളിപ്പോ വരുന്നത് എന്നെ കാണാനല്ലല്ലോ, നിന്നെ കാണാനല്ലേ. അതായത് ഈ ഹാൻസമിനെ കാണാൻ. എടാ എന്തോന്നടാ, നീ ഇപ്പൊ കൂളായിട്ടിരിക്കും മച്ചാ. അവള് വന്നില്ലല്ലോ, വരുമ്പോഴല്ലേ ടെൻഷനും ബി പി പ്രഷറൊക്കെ കേറേണ്ടത്. ഇപ്പൊ തന്നെ കേറിയല്ലോ എങ്ങനെ? കൂൾ. എടാ നീക്കൊരു ഫ്രണ്ട് ആണോടാ? ഫ്രണ്ട് അല്ല മച്ചാ, ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ പിന്നെ ഏതൊക്കെ എക്സ്പെക്ട് ചെയ്യണ്ടേ? പോടാ. ഇതിലെന്നെ അങ്ങ് തളർന്നാൽ എങ്ങനെ? തളർത്താൻ ഇനി എന്റെ എനർജി ബാക്കി. ഇവനിതെന്തും ഭാവിച്ചാ? എന്താ മച്ചാ ഇപ്പൊ തന്നെ ചിറിയൊക്കെ അങ്ങ് നിർത്തിക്കളഞ്ഞേ. ചിറി നിർത്താൻ ഇനിയും സമയമുണ്ടെന്നേ. ഋഷിയെ വേണ്ട കേട്ടോ. നിനക്ക് വേണ്ട, പക്ഷേ എനിക്ക് വേണല്ലോ. പിങ്കി, ഈശ്വരാ, ഈ പ്രാന്തൻ എന്ത് ഗുലുമാലാണോ നീ ഉണ്ടാക്കി വെക്കാൻ പോണേ? ചേട്ടനും ചേച്ചിയും അവിടെ എത്തിയിട്ടുണ്ടാവൂലേ? ഓ അതൊക്കെ എപ്പോഴും എത്തിയിട്ടുണ്ടാവൂടേ. നമ്മളെ പ്ലാൻ ഒന്ന് സക്സസ് ആയാ മതിയായിരുന്നു. ഇത്ര ദിവസത്തെ പണക്കം മാറ്റി അവരൊന്ന് മനസ്സ് വിട്ട് സംസാരിച്ചാ മതിയായിരുന്നു അല്ലേ? അതാടി എന്റെയും പ്രാർത്ഥന. ചേട്ടനും ചേച്ചിയും തിരിച്ചു വരുമ്പം പഴയ മണിക്കുട്ടനും വീണയായിട്ട് തന്നെ വരണം. ഇതൊന്ന് നടന്നാ മതിയായിരുന്നു. എന്ത് നേർച്ച വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാ. ഞാനും. പിങ്കി, ദേ ഋഷി എത്തിയല്ലോ. പിങ്കി, അല്ല ഇവിടെ അവിടെ പോയി കിടക്കുവാ? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയേ. പൈങ്കിളി, അല്ല നീയല്ലേ പറഞ്ഞേ മണിക്കൂട്ടിനും വേണയും അമ്പലത്തിലേക്ക് പോയേക്കുവാന്ന്? അപ്പത്തേക്ക് തിരിച്ചെത്തിയോ? അയ്യോ അവരല്ല വന്നത്, അത് പിന്നെ ഋഷിയും ഗൗതം റോയ വന്നത്. ഓ അത് ശരി. എന്നാ ഓക്കേ, ഞാനേ പിന്നെ വിളിക്കാട്ടോ. ബൈ. ബൈ. പൈങ്കിളി, വന്ന് അല്ലടി പെണ്ണേ, നീ എവിടെ പോയതാ? അത് പിന്നെ എടി എന്താണെടി? പൈങ്കിളി, നിന്റെ ചേട്ടൻ വിളിക്കുന്നേ. ചെല്ല്. ഇവരടുത്ത് എന്തിനാ കിടന്ന് കാരണന്നറിയില്ല. പോയി നോക്കിട്ട് കേട്ടോ. ചെല്ല് ചെല്ല്. എത്ര നേരം വിളിക്കുന്നേ? ഇപ്പൊ നോക്കിട്ട് കേട്ടോ. സ്റ്റെപ്പ് എടുത്തൊക്കെ എന്നോട് പറ്റത്തില്ല. കുറച്ചേരെ ഇരുന്നിട്ട് പോവാം. ഇതിനെന്നെ അങ്ങ് ക്ഷീണിച്ചാൽ എങ്ങനെ? ഇനിയുണ്ട് ഒരു 100-110 സ്റ്റെപ്പുകള്. വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. അയ്യടാ, അങ്ങനെ ഞാൻ ഒറ്റക്ക് പോരാണോ? നിന്നെ കൂട്ടി ഇതുവരെ വന്നത്? അതിന് നീ ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ട് കേട്ടില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യാമോ? എങ്ങനെ? നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ ബുദ്ധിമുട്ട്. സോ ഞാൻ വേണമെങ്കിൽ ചെന്നൈ എക്സ്പ്രസ് പടത്തിലെ ഷാറുഖ് ഖാനെ പോലെ വേണമെങ്കിൽ കയ്യിലെടുത്തോണ്ട് നടക്കാം. എന്നെ എങ്ങനെ വാ വിളിക്കുന്നേ? അങ്ങനെ പറയുന്ന വിചാരിച്ചോ? അത് പിന്നെ മുകളില് മാത്രല്ല, താഴത്ത്, അതായത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞിടത്തും ഒരു ക്ഷേത്രം ഉണ്ട്. അതും ഇതിന്റെ ഭാഗം തന്നെയാ. ഇവിടെ എന്ത് പൂജ കേൾപ്പിച്ചാലും മുകളിൽ കൊണ്ടേ കൊടുക്കാറുണ്ട്. സോ നമുക്ക് അവിടം വരെ പോയിട്ട് ഇത് കൊടുത്തിട്ട് പോരാം. നടക്ക് നടക്ക്. ഋഷി, സോറി മച്ചാ, നിന്റെ പതപ്പിക്കില്ലേ. ഞാനിപ്പം കുളിക്കാൻ തയ്യാറല്ല. എടാ ഋഷി, എന്തോന്നടാ ഇതൊക്കെ?
നിനക്ക് അവളെ പറ്റി അറിഞ്ഞൂടെ? അല്ലെങ്കിൽ തന്നെ എന്നോട് ദേഷ്യത്തിലാന്നേ. ഏതും പാടി അറിഞ്ഞു കഴിഞ്ഞാ എന്റെ കാര്യത്തിലൊരു തീരുമാനാവും. സോ സാഡ്. യു ഡോണ്ട് വറി, ഞാനല്ലേ കൂടെ. അങ്ങനെ എന്തെങ്കിലും ആയാലേ ആശ്വാസപ്പെടുത്താൻ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കേ? ഓ പോടാ. അത് ഋഷി, അതൊക്കെ ഒരു വലിയ കഥയാണേ. അല്ല, അതിന് മുന്നേ പറഞ്ഞേ, വീട്ടില് ആരൊക്കെ ഉണ്ട്? അത് പിന്നെ ഞാനും ഉണ്ണിമോളും തമ്പുരും. അമ്മ അച്ഛമ്മ സെന്ററിൽ ആൾക്കാർ വന്നിട്ടുണ്ടായി. അതുകൊണ്ട് എന്തൊരു ടെസ്റ്റ് എടുക്കാണ്ടെന്ന് പറഞ്ഞ് ഇന്നും പോയതാ. ആ പിന്നെ മണിക്കൂട്ടിനും വീണയും അമ്പലത്തിൽ പോയതാ. ഐ എം റൈറ്റ്? യെസ്. ഓക്കേ മച്ചാ. എന്തോന്ന്? ദ പെർഫെക്റ്റ് ടൈം ഫോർ എ പെർഫെക്റ്റ് ഫൈറ്റ്. ഋഷി എന്തോന്നടാ? ഇപ്പൊ തന്നെ തളർന്നാൽ എങ്ങനെ മച്ചാ? നിക്ക്, നിനക്കേ എനർജിക്ക് ഞാനൊരു ചായ പറയാം. ഡേ, 2 ചായ എടുത്തേ. പൈങ്കിളി, എനിക്ക് ചായ വേണ്ട. ആ അതും ശരിയാ, ചായ കുടിച്ചാ എന്ത് എനർജി കിട്ടാനാ? സോ നീ ഒരു കാര്യം ചെയ്, ഒരു ഗ്ലാസ് ബൂസ്റ്റ് എടുത്തോ, സ്ട്രോങ് ആയിക്കോട്ടെ. ഋഷി എന്തോന്ന് മച്ചാ, വെറും നൻപൻ എന്ന് പറഞ്ഞ് നടന്നാ മതിയോ? എന്റെ നൻപന്റെ ഹെൽത്ത് നോക്കേണ്ടത് എന്റെ കടമയല്ലേ? ബൂസ്റ്റ് ഈസ് യുവർ എനർജി മച്ചാ. അടി കിട്ടുമ്പം കുറച്ച് എനർജി ഒക്കെ വേണ്ടേ? കാലാ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? അല്ല, നീ ഇപ്പോ ബ്രോനെ നിന്നെ കടത്തുന്നേ? അതൊക്കെ പറയുന്നേ. അല്ല, തമ്പുരു എവിടെ? അവളും ഉണ്ണിമോളും ലിവിംഗ് റൂമിലെ ബുക്ക് ഒന്ന് വായിച്ചിരിപ്പുണ്ട്. എന്തേ? ഓ പെർഫെക്റ്റ്. എന്താണ് ചേട്ടാ, എന്താ കാര്യം? നിങ്ങളെ സസ്പെൻസ് വെക്കാണ്ട് കാര്യം പറ. ഓ പാര വെക്കാൻ പോവാ, അതുറപ്പാ. പാര വെക്കേ? ആരാർക്ക്? ആർക്കറിയാം? കണ്ടാലല്ലേ അറിയോ. അത് പിന്നെ വരുന്ന വഴിക്ക് മല്ലി കണ്ടായിരുന്നു. എടാ, എന്നാ പിന്നെ കണ്ടപ്പോൾ കുറച്ചൊന്ന് പറിച്ചോടായിരുന്നോ? ദേ മഴക്കാലമായോണ്ടേ മല്ലിക്കൊക്കെ നല്ല വിലയാണേ. ഓ ഇതും ആ മല്ലിയല്ലേടേ? ഓ അപ്പൊ ഉണക്കമല്ലി ആയിരിക്കും അല്ലേ? എന്നാലും ഈ മഴക്കാലത്ത് ആരെങ്കിലും മല്ലി ഉണക്കാൻ ഇടുവോ? ഓ എന്റെ പൊട്ടത്തി, ഇത് ആ മല്ലിയല്ല, മല്ലി, പവിഴ മല്ലി. എക്സാക്ട്ലി, കരിയങ്കാട്ട് കാട്ടുപടക്കോഴിയോ? സോ ഇൻട്രസ്റ്റിംഗ്. എടാ, എന്നിട്ട് അവളെ കണ്ടപാടെ വണ്ടി തിരിച്ചു പോകുന്നില്ലല്ലേ? ഹേയ് ഇല്ലടേ, അതിലല്ലേ ട്വിസ്റ്റ്. ട്വിസ്റ്റാ? എന്ത് ട്വിസ്റ്റ്? അത് പിന്നെ ഞാനവരും കൂടിയേ വണ്ടി സൈഡാക്കി ഒരടവയ്ക്കിട്ട് നിൽക്കുവായിരുന്നു. അപ്പഴാ മല്ലീനെ കണ്ടേ, പവിഴ മല്ലീനെ. എന്നിട്ടൊന്നുമില്ല, ദേ ഈവനോട് സംസാരിച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ പോയി. അവൾ അങ്ങനെ പോണ ആളല്ലല്ലോ. അതും ബ്രോ കൂടെ ഉണ്ടാവുമ്പം എന്തായാലും അവൾ അങ്ങനെ പോവത്തില്ല. എടാ ചേട്ടാ, ബാക്കി പറ. എടാ മച്ചാ, കണ്ടാ എന്റെ അനിയത്തിന്റെ പവർ കണ്ടാ? നമ്മള് മനസ്സിൽ കാണുമ്പോഴേ അവളത് മാനത്തുനിന്ന് വായിച്ചെടുക്കുന്നേ. രണ്ടും കൂടെ മിക്കവാറും ഇന്ന് എന്റെ കാര്യത്തിലൊരു തീരുമാനാക്കും, അത് ഉറപ്പാ. ഇപ്പൊ നിനക്ക് കിട്ടിയിരിക്കുന്നതേ സ്വർണ്ണ മുട്ടയിടുന്ന താറാവിനെയാ. ഇതിനെ മാക്സിമം മുതലാക്കി അടുത്ത കപ്പിൾസിനെ റിക്കവർ ചെയ്യണമേ. എത്രയൊക്കെ തമ്പുരു ഗോതമ്പ് ബ്രോനോട് പിണക്കത്തിലാന്ന് പറഞ്ഞാലും പൊസസീവ്നെസിന്റെ കാര്യത്തില് അവളെ കഴിഞ്ഞിട്ടാണുള്ളൂ. അതുകൊണ്ട് ഈ സുവർണാവസരം ആരും ഞാൻ മിസ്സാക്കത്തില്ല. എന്താണ് ചേട്ടൻ നിർത്തി കളഞ്ഞേ? ബാക്കിയും കൂടെ പറയുന്നേ. ഋഷി എന്ത് പറയാനാ പെങ്കിളേ, ഞാനവിടെ കൂത്തമ്പിനാറ് പോലെ നിന്നിട്ടും അവളെ കണ്ണു പോയത് എങ്ങോട്ടേക്കാന്ന് അറിയോ? അവളെ കണ്ണ് എന്റെ തൊട്ടപ്പുറത്തെ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് അങ്ങ് ഋത്തിക് റോഷന്റെ സ്റ്റൈല് ഈവൻ നിപ്പുണ്ടായിരുന്നേ. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, അവൻ കാലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ തുടങ്ങി. തമ്പുരു, പറടി. പല്ലി, മല്ലി, പവിഴ മല്ലി. സോ ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്നിട്ട് എന്താ പറയാൻ? ഷീസ് ലുക്കിംഗ്, ഹീസ് ലുക്കിംഗ്, ലുക്കിംഗ് ഓർ ലുക്കിംഗ്. എടാ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാ, ഞാൻ നിനക്ക് എന്ത് പാവാടാ ചെയ്തേ? പാവല്ല മച്ചാ, പുണ്യം. നീ പുണ്യം ചെയ്തോണ്ടാ പവിഴമല്ലിക്ക് എന്നെ നിന്നോട് ക്രഷ് തോന്നിയെന്നേ. ക്രഷോ? സോ ഇൻട്രസ്റ്റിംഗ് അല്ലേ?
എന്താ സിഗ്നൽ ഒന്നും കിട്ടാത്തേ? ആ, കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. അതെ പൈങ്കിളി, എന്നിട്ടൊന്നുമില്ല. ദേ ഇവന് പ്രാന്താ. അവൻ ചുമ്മാ ഓരോ പിച്ചമേ പറഞ്ഞോണ്ടിരിക്കുക. നീ ചെല്ലേ. അത് മാത്രല്ല, വന്നപ്പോ തന്നെ പതിവില്ലാത്തൊരു സന്തോഷം. പിന്നെ ബ്രോന്റെ മുഖത്ത് ചെറിയൊരു ബ്ലഷ് ഒക്കെ മിന്നി മറിഞ്ഞ് പോയതായിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ആടാ, എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സ്റ്റോറി അത് ഫുള്ളായിട്ട് കേൾക്കാനേ. ബ്ലഷോ? എടേ, അത് വെയില് കൊണ്ടേണ്ടിയാ ഭയങ്കിളേ. നോട്ട് ദ പോയിന്റ്. മഴയത്ത് വെയില്, വെയിലത്ത് ബ്ലഷ്. ഡിഫറന്റ് ഡിഫറന്റ്. കാര്യം ബ്ലഷ് വരെ എത്തി അല്ലേ? അമ്പരോ, സോ എക്സൈറ്റിംഗ് അല്ലേ? ഇവളൊരുത്തി. എടാ, ബാക്കി പറ. കണ്ണും കണ്ണും നെഞ്ചിൽ സ്വപ്ന കൂടൊരുക്കുന്നു. പിന്നെ ആ കൂട്ടില് നമ്മള് കട്ടറും പോവാൻ പാടില്ലല്ലോ. ബാക്കി ഇനി ഞാൻ പറഞ്ഞ ശരിയാവത്തില്ലെന്നേ. ബാക്കിയുള്ള കഥകളൊക്കെ പറയാൻ അവളെന്നെ വരുന്നുണ്ടെന്നേ. അതേനെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മളെ വീട്ടില് വരാത്ത മല്ലി, പവിഴ മല്ലി ഇപ്പതേ ഈ ഹാൻസമിനെ കാണാൻ വേണ്ടി വരുന്നുണ്ടെന്നേ. നീയായിട്ട് വരുത്തിച്ചിട്ട് ഇപ്പൊ എന്നെ കാണാൻ വരുവാന്നല്ലേ? ശരിയാക്കി തരടാ, എനിക്കും ഒരവസരം കിട്ടും. കാണിച്ചു തരാൻ കേട്ടാ. അപ്പൊ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. മല്ലി, പവിഴ മല്ലി. ഐ ആം സോ എക്സൈറ്റഡ്. അമ്പരോ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ഇനിയും ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നിട്ട് എന്താ കാര്യം? ഇറങ്ങ്, ഇപ്പൊ തന്നെ ഇറങ്ങ്. നീയാണോ ആ പവിഴമല്ലിയാണെന്ന് ഒരു കൈ നോക്ക്. ഇവളെന്തോ എങ്ങനെ നോക്കുന്നേ? ഇവളെ നോട്ടത്തിൽ തന്നെ ഞാനങ്ങ് ഭസ്മാവല്ലോ. ചപ്പറത്താനയാ എല്ലാം ഒപ്പിച്ചിട്ട് ഒന്നറിയാത്ത കേരളക്കുഞ്ഞിനെ പോലെ നോക്കുന്ന കണ്ടില്ലേ? ശരിയാക്കി തരടാ. പൈങ്കിളി, ഞാനെന്നല്ലേ കുറച്ചേരം പോയി കിടക്കട്ടെ. എനിക്ക് നല്ല തലവേദന. നീ ചെല്ലും മച്ചാ, പോയി കിടന്ന് കുറച്ച് റെസ്റ്റ് എടുക്ക്. മല്ലി, പവിഴ മല്ലി വരുമ്പോ ഞങ്ങൾ എന്നെ എണീപ്പിക്കാന്നേ. ഓ, ഇവനെ കൊണ്ട് കാന്താരി. നോക്ക് മച്ചാ, നോക്ക്. മുഴുസ നാഗവല്ലിയായി മാറി നിൽക്കുന്ന നിന്റെ കാന്താരിനെ നോക്ക്. ഇതെന്താന്ന് അറിയോ? ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്ന അറിയോ? അടിച്ചു വരാൻ ഉപയോഗിക്കും, മാറാള തട്ടാൻ ഉപയോഗിക്കും. വേണമെങ്കിൽ ആളെ തട്ടാനും ഉപയോഗിക്കാം. ഇവളിതെന്തും ഭാവിച്ചാ? മുറ്റൊക്കെ ചവറായി കിടക്കുമല്ലയോ? വീട്ടിലാണെങ്കിൽ ഇന്ന് ഗസ്റ്റും വരാനുള്ളതല്ലേ? നോക്ക് മച്ചാ, നോക്ക്. നാഗവല്ലിന്ന് ഗംഗയിലോട്ട് മാറിയ നിന്റെ കാന്താരിനെ നോക്ക്. ഇനിയുള്ള നിമിഷങ്ങള് നിർണായകം. എപ്പോ വേണമെങ്കിലും ഗംഗേന്നും നാഗവല്ലിലോട്ട് പോവാം. ബി കെയർഫുൾ മച്ചാ. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വാ, ആ പള്ളി വരുന്ന മുന്നേ. മല്ലി, പവിഴ മല്ലി. ആ മല്ലി വരുമ്പത്തേക്കും വീടൊക്കെ ക്ലീൻ ചെയ്യണ്ടേ? സ്പെഷ്യൽ ഗസ്റ്റ് അല്ലയോ? ഷേടാ, ഇവളത് പോയിട്ട് എത്ര നേരായി? ഏതിനാ പറയുന്നേ പെണ്ണുങ്ങളെയും കൂട്ടി അമ്പലത്തിലേക്ക് വരരുതെന്ന്? എത്ര നേരം എടുക്കുന്നേ? ഇത് ഞാനാണെങ്കി ഇപ്പൊ വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞേ. ഷോ, ഇനി എത്ര നേരം ഇങ്ങനെ പോസ്റ്റായി നിൽക്കേണ്ടി വരും എന്തോ. എടി മോളെ വാ, വരുന്നു വരുന്നു. ഓ, വന്നോ? എത്ര നേരം ഇടി പോയിട്ടേ? ഓ, വിചാരിക്കുന്ന പോലെയല്ല, നല്ല തിരക്കുണ്ടായി. ആടാ, നീ എണീക്കേ. 2 മിനിറ്റ് ഇരുന്നിട്ട് പോന്നേ. അതൊക്കെ ഇരുന്നോ? ഇപ്പൊ എണീച്ചേ. എന്തിന്? എണീക്കടാ. ഷോ, വീണേ.
സൂപ്പർ. അല്ല ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ? ചന്ദനം. അത് മനസ്സിലായി. എനിക്ക് അത് നീ അങ്ങോട്ട് വന്നില്ലല്ലോ. അതാ പൂജാരി ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടെ. ഓ അത് ശരി. എന്നാ പോവാം. അതിനു മുന്നേ ഞാനൊന്ന് കാല് കഴുകിട്ട് വരട്ടെ. ചെരുപ്പില്ലാതെ പോയോണ്ടേ നല്ല മണ്ണായിട്ടുണ്ട്. അവിടെ കുളമുണ്ടല്ലോ, അവിടെ പോയി ഒന്ന് കാല് കഴുകിട്ട് വരാം. നിക്ക്, ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. ഒന്നെനിക്ക് മണിക്കൂട്ടിനി നിനക്കോ ഇനി ഒരിക്കലും ഞാൻ അവന്റെ ലൈഫിലേക്ക് തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ അമ്പലത്തിൽ വന്നിട്ട് ഇനിയും ഗണേശിന്റെ വാക്ക് വിശ്വസിച്ച് ഒരു കാര്യമില്ല. ഇനി അവനെ എങ്ങനെ സ്വന്താക്കണമെന്ന് എനിക്കറിയാം. അതോടുകൂടി നിങ്ങൾ എങ്ങനെ പിരിക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഈ 2 കൊല്ലം നിങ്ങളെ പിരിച്ചു നിർത്തി എനിക്ക് ഇതൊന്നും വലിയ കാര്യമല്ല. നിക്ക്, ഞാൻ വരാം. ഇവളെന്താ ഇവിടെ? മണിക്കുട്ടാ, ഞാൻ കാലേക്ക് കഴിഞ്ഞേ. നിനക്ക് കേൾക്കണോ? ഹേയ് വേണ്ട. എന്നാ വാ പോവാ. എന്തോ പ്ലാൻ ചെയ്തുള്ള വരവാ. വാടി വാ. നിനക്ക് അന്ന് തരാൻ പറ്റില്ല, ഇന്ന് നല്ല തികച്ചും തരുന്നുണ്ട്. വാ വീണേച്ചി, വൈഗ, മണിക്കുട്ടാ. മണിക്കുട്ടാ കയ്യിന്ന് വിട്. വിടാനാ പറഞ്ഞേ. മണിക്കുട്ടാ, നിങ്ങൾ രണ്ടുപേരും കുറെ ഗെയിം കളിച്ചതല്ലേ, ഇനി ഞാനൊരു ഗെയിം കളിക്കട്ടെന്നേ. കൊള്ളാം ചേച്ചി, നന്നായിട്ടുണ്ട് ചേച്ചിന്റെ ഡ്രാമ. അയ്യോ വൈഗ, അത് പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അത് പിന്നെ ഒന്നുമില്ലാണ്ടാണോ രണ്ടുപേരും ഇങ്ങനെ കൈ പിടിച്ച്? അയ്യോ വൈഗ, അത് ഞാനല്ല, അത് ഇവളെ എന്റെ പെണ്ണാ. എനിക്ക് തോന്നിയ കൈ പിടിക്കും, എനിക്ക് തോന്നിയ. എങ്ങനുണ്ട് ഞങ്ങളെ ജോഡി? ചുമ്മാ വേറെ ലെവലല്ലേ? നിന്റെ റിയാക്ഷൻ കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾ അത്ര പെർഫെക്റ്റ് ജോഡിയാണ്. കണ്ടില്ലേ, റെഡും റെഡൊക്കെ ഇട്ട്. എന്നാലും ചേച്ചി ചേച്ചി എങ്ങനെയാണ്? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അയ്യോ വൈഗ, അത് പിന്നെ ഇവൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കണതാ. നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇവൻ. ഇതൊക്കെ കണ്ടിട്ടും ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലെന്നാണോ നീ വിചാരിക്കുന്നേ? ഇനിയൊരു വാക്ക് അവളെ പറ്റി വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു നിന്റെ 32 പല നിലത്ത് പോയിക്കും, പറഞ്ഞേക്കാം. ഇതൊന്നും ഒട്ടും ശരിയല്ല, പറഞ്ഞേക്കാം. എന്നാലും ചേച്ചി ചേച്ചിനെ മാത്രം വിശ്വസിച്ച് നടന്ന എന്നെ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ചേച്ചി. അയ്യോ വൈഗ, അയ്യോ വൈഗ, വൈഗ എങ്ങോട്ടാ പോണേ? മണിക്കുട്ടാ, മണിക്കുട്ടാ, എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് പറഞ്ഞേക്കാം. മുരേക്ക് കയ്യെന്ന് വിട്ടോ. കയ്യെന്ന് വിട്ടാ ആ തവിടുപ്പെങ്ങളെ പോയി സമാധാനപ്പെടുത്താനായിരിക്കും അല്ലേ? മണിക്കുട്ടാ, എന്തേ ദേഷ്യം വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് സത്യല്ലേ? നീ തവിട് കൊടുത്ത് തവിടല്ല, നിന്റെ പാർട്ട്ണറിനെ തന്നെ കൊടുത്ത് സ്വന്താക്കിയ പെങ്ങളല്ലത്. അതെടി, ഞാൻ ബാക്കിയുള്ളവരെ എമോഷണൽ വെച്ച് കളിക്കുന്ന ആളാ. കഴിഞ്ഞ 2 കൊല്ലം ഞാൻ എത്ര നരകവേദന അനുഭവിച്ചെന്ന് നിനക്കും നീ പറയണെങ്കിൽ എന്റെ പെങ്ങൾക്കും അറിയോ? അറിയില്ലല്ലോ. നിങ്ങളൊക്കെ കൂടി എന്റെ എമോഷണൽ വെച്ച് കളിച്ചിട്ട് ഞാൻ എമോഷൻ വെച്ച് കളിക്കുന്നത്രേ. എനിക്ക് പഴയ കാര്യം വീണ്ടും വീണ്ടും സംസാരിക്കാനില്ല ഒരു താല്പര്യമില്ല. നീ മര്യാദയ്ക്ക് വിട്ടേ, ഞാൻ പോവാ. അങ്ങനെ പോയാലെങ്ങനെ? എനിക്ക് പറയാനുള്ളതും കൂടെ കേക്കുന്നേ. അന്ന് നീ അവളും സംസാരിച്ചത് മാത്രമല്ല ഞാൻ കേട്ടോണ്ടിരുന്നേ. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് നീ കേക്ക്. ഈ 2 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇന്ന് നീ മാറും, നാളെ നീ മാറും. പഴയ പോലെ നിന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി നീ എന്നെ മനസ്സിലാക്കി തിരിച്ചു വരുന്ന കാത്തിരുന്ന ഞാനൊരു പൊട്ടൻ. അത് കരുതി നീ വന്നില്ലെന്ന് പറഞ്ഞ് എനിക്കങ്ങനെ വിടാൻ പറ്റുമോ? നീ വേണമെങ്കിൽ എന്നെ വിട്ടുകൊടുക്കാൻ വലിയ ത്യാഗിയായിരിക്കാം, പക്ഷെ എനിക്ക് അത്ര വലിയ മനസ്സൊന്നുമില്ല. അത് മാത്രല്ല, ഞാനേ പൊട്ടനും അല്ല. നിർത്തടി, ചേട്ടൻ പറഞ്ഞു കഴിയട്ടെന്നേ. സോ മൈ ഫൈനൽ ഡിസിഷൻ. എന്തായാലും ഒരു കാലത്തല്ലെങ്കിൽ ഒരു കാലത്ത് നീയും എന്നെ ഉരുകി സ്നേഹിച്ചതാ. നീ മാത്രല്ല,
നമ്മൾ രണ്ടുപേരും ഉരുകി സ്നേഹിച്ചതാ. നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇതിനൊക്കെ മൂവ് ഓൺ ആയി പോവാം. പക്ഷെ മണിക്കുട്ടനെ കൊണ്ട് അത് പറ്റത്തില്ല. സോ എനിക്ക് നിന്നെ വിട്ട് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനിയും നിന്റെ വരവും കാത്തിരുന്നിട്ടെ ഞാൻ പൊട്ടനാവണേല് കാര്യമില്ലല്ലോ. എന്റെ ഡാർലിങ്ങിന് എപ്പോഴും മനസ്സിലായില്ലേ? മണിക്കുട്ടനൊരു പെണ്ണിനെ കെട്ടുന്നുണ്ടെങ്കിലേ അത് ഈ വീണനെ ആയിരിക്കും. നിന്റെ താല്പര്യം ആരാ മോളെ ചോദിച്ചേ? ഇത്ര ദിവസം നിനക്ക് ഞാൻ ടൈം തന്നില്ലേ? ആ ടൈം നീ യൂസ് ചെയ്തില്ല. സോ ഇനി എന്ത് ചെയ്യണമെന്ന് ഈ മണിക്കുട്ടന് അറിയാം. ഓക്കേ അറിയോ? ഓക്കേ ബേബി. കാണട്ടെന്നേ, ഞാന് എന്റെ പെണ്ണിനല്ലേ എടുത്തു നിൽക്കുന്നേ, അല്ലാതെ വളരെ പെണ്ണിനൊന്നല്ലല്ലോ. നീ വാക്ക് കൊടുത്തെങ്കിൽ നീ പോയി പ്രേമിക്കുന്നേ. എന്താടി മുത്തേ? ഐ ലവ് യു. എന്തൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഈ വീണന്റെ മനസ്സിൽ പഴയ പോലെ നിനക്കൊരു സ്ഥാനം ഒരിക്കലും ഉണ്ടാവത്തില്ല. ഓഹോ, ചാലഞ്ച്. ഐ ആം റെഡി. ഇനി നടക്കാൻ പോണത് കണ്ടറിയാം. ഓക്കേ? മണിക്കുട്ടൻ ദേഷ്യപ്പെടുന്നത് മാത്രല്ലേ കണ്ടിട്ടുള്ളൂ, സ്നേഹിച്ച് കൊല്ലുന്നത് കണ്ടിട്ടില്ലല്ലോ. ഇനി കാണാം.